കുഞ്ഞൻ ചാള കിട്ടിയാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കുടംപുളിയിട്ട് കറി വയ്ക്കലും നല്ല കരിമുരിയെ പൊരിച്ചെടുക്കലും ഒക്കെ അല്ലേ. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയാലോ? അപ്പോൾ വേഗമായോ, ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, നല്ല ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ഒതുക്കി മാറ്റി വയ്ക്കാം. വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കിയ മത്തിക്കുട്ടികളെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് പച്ചക്കായ വേണം. ഞാനൊരു 2 മീഡിയം സൈസ് ഏത്തക്കായുടെ പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കണം. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഞാനൊരു 1/4 കപ്പിന് അടുപ്പിച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അത്ര വെള്ളം മതിയാകും. നമുക്കിത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. മീനാണ്, ഹാൻഡിൽ വിത്ത് കെയർ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മീൻ പൊടിഞ്ഞു പോകരുത്. പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുള്ളു മുഴുവൻ മീനിലേക്ക് സ്പ്രെഡ് ആവുകയെ, അതുകൊണ്ടാണ്. ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ തൂകി എടുത്തിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ ഒരു അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള നമ്മുടെ മീനവിയൽ റെഡി ആയിട്ടുണ്ട്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഉറപ്പായിട്ടും ഇനി മത്തി കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുതേ.